Eastern Salt and Pepper. Bum 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 bum. ഹായ്, ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പവർഡ് ബൈ പവിഴത്തിൻ്റെ പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ നാഷണൽ ഹൈവേ 47-ൻ്റെ ഒരു വഴിയോരത്താണ് ഒരു ഇന്ത്യൻ ഓയിൽ പമ്പുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് സദേൺ ഡ്രൈവ് ഇൻ ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റ് മുമ്പിലാണ്. ഇതിങ്ങനെ ഒരുപാട് പേര് പറഞ്ഞ് കേട്ടറിഞ്ഞ് ഇവിടെ നല്ല ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓണർ റഷീദിക്കയാണ്. റഷീദിക്ക അകത്ത് നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ സംസാരിച്ച് സമയം കളയേണ്ട, അകത്തേക്ക് പോവാം അല്ലേ? കമാൺ. ഇങ്ങനെ ഓരോരോ വിഭവങ്ങളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. വൈകുന്നേരമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയെന്ന് തോന്നുന്നു. എന്തായാലും തിരക്കായി തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് പുള്ളി ഒന്ന് കാണാം. കമോൺ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. സുഖമല്ലേ? സുഖമാണ്. ഇങ്ങനെ നമ്മൾ ഷോയുമായിട്ട് എത്തിയതാണ്. നമ്മുടെ പാചകം ഇവിടെയാണ്. എന്താണ് ചേട്ടാ ഇതിൻ്റെ ഒരു പ്രത്യേകത? സദേൺ ഡ്രൈവിൻ നമ്മൾ 2-3 കൊല്ലമായിട്ട് ഇപ്പോൾ ഈ കട ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗൾഫിലായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സംരംഭം ചെയ്യണമെന്ന് വിചാരിച്ചു. നന്നായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഹൈവേ റോഡിൻ്റെ സൈഡായിട്ട് മെച്ചപ്പെട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നെ ഗൾഫിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ബിസിനസ് സ്ഥാപനം ആയിരുന്നു എനിക്കുണ്ടായിരുന്നു. ശരി. അപ്പോൾ നാട്ടിൽ വന്നിട്ട് നാട്ടിൽ വന്ന് അപ്പോൾ അതേമാതിരി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഗൾഫിൽ അതേ സിസ്റ്റത്തിൽ തന്നെ ഞാൻ കാര്യങ്ങൾ ചെയ്ത് നന്നായിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ചിക്കൻ ഐറ്റംസും മറ്റേ എല്ലാം 10-20 പണിക്കാരും കാര്യങ്ങളുമായിട്ടെല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്നെന്തായാലും ഇവിടെയാണ് നമ്മുടെ എന്താ പറയുക പാചകം. അപ്പോൾ നിങ്ങളുടെ അടുക്കളയിലേക്ക് ലൈവായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. വരുന്ന ഓർഡർ ചെയ്യുന്ന അനുസരിച്ച് സാധനങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചൈനീസ് ആയാലും മറ്റേ ബാക്കിയുള്ള എല്ലാം ആൾക്കാർ കാണത്തക്ക രീതിയിൽ ഫ്രണ്ടിൽ തന്നെ നമ്മൾ അതിന് കിച്ചൺ സെറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അടുക്കളയിലേക്ക് കയറട്ടെ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. ശരി ചേട്ടാ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. കമോൺ. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പവർഡ് ബൈ പവിഴം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഞാനിപ്പോൾ നിൽക്കുന്നത് സദേൺ ഡ്രൈവിൻ റെസ്റ്റോറൻറ്റ് റോഡ് സൈഡ് കിച്ചണിനകത്താണ്. ഇന്ന് എൻ്റെ കൂടെ അഫ്സലുണ്ട്. നമുക്ക് അഫ്സലിനെ പരിചയപ്പെടാം. ഹിന്ദിക്കാരനാണ്. മലയാളം മാലൂം നെഹി അല്ലേ? മാലൂം തോടാ മാലും എന്ന് എൻ്റെ പണി പാളി. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഹിന്ദിക്കാരൻ മാത്രമേ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ മലയാളികളൊന്നും ഇല്ലേ? അഫ്സൽ अब ठीक है? ഓക്കെ. ഞാൻ ടീക്കല്ല. ക്യാ ബൻ റാ? ഡ്രാഗൺ ചിക്കൻ. ഓക്കെ. നേരത്തെ നമ്മൾ റഷീദിക്കയോട് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ചിക്കൻ്റെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇന്ന് അഫ്സൽ നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുന്നത് ഡ്രാഗൺ ചിക്കനാണ്. ചൈനീസ് ഡ്രാഗൺ ചിക്കൻ. ചൈനീസ് ആണ് ഡ്രാഗൺ ചിക്കൻ. അപ്പോൾ क्या क्या चीज़ ज़रूर है इसके लिए डालने के लिए? क्या क्या चीज़ है? ഓയിൽ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഓക്കെ, പിന്നെ സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ്, ചിക്കൻ. ഓക്കെ. ഇത്രയാണ്. അപ്പം ഹിന്ദി മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പം പുള്ളി മൊത്തം മലയാളമാണ്. അപ്പം മൊത്തത്തിൽ കോമഡി ആവുന്ന ലക്ഷണമുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ശുരുക്കരേ? ഓക്കെ, ശുരുക്കരോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഒരു ഡ്രാഗൺ ചിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത്. ഓക്കെ. ഇതൊരു ചൈനീസ് ഐറ്റമാണ്. कितने वक्त लगेगा ये चीज़ बनने के लिए? ड्रैगन चिकन 5 मिनट. ഓക്കെ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചടപടി ചെയ്തെടുക്കാൻ പറ്റും. क्या डालना है? ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ക്യാപ്സിക്കം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ക്യാപ്സിക്കവും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക. കാരണം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുള്ളി ഇതെല്ലാം ഇട്ട് ഡ്രാഗൺ ചിക്കൻ മാത്രമായിട്ടിരിക്കും. അവസാനം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ഡ്രാഗൺ ചിക്കൻ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഈ സംസാരിക്കുന്നുണ്ടെങ്കിൽ പുള്ളി ഇടുന്നതും കൂടെ ശ്രദ്ധിച്ചോണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ക്യാപ്സിക്കം, സവാള ഇത്രയും നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ഇതെന്തൊക്കെ? ക്യാഷിനിട്ട് പച്ചമുളക്, വറ്റൽമുളക്. ഓക്കെ. അപ്പോൾ അതിന് നമ്മളൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം നല്ല ക്യാഷിനിട്ട് അണ്ടിപ്പരിപ്പും പച്ചമുളകും കുറച്ച് വറ്റൽമുളകും പൊടിച്ചതും കൂടെ ഇട്ട് അതിൻ്റെ കൂടെ വരട്ടിയെടുക്കുക. ഇത്രയാണ് ആദ്യത്തെ പരിപാടി അല്ലേ? ഇത് ഗ്രേവി ടൈപ്പ്? ഇല്ല, ഡ്രൈ. ഓക്കെ. ഒരു ഡ്രൈ ഡിഷാണ് ഈ ഡ്രാഗൺ ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡ്രൈ ഐറ്റംസ്. ഓക്കെ. ഡ്രൈ ആയിട്ടുള്ള ഡിഷാണ്. ഈശ്വര, ഈ അടുപ്പിനടുത്ത് നിന്ന് ഈ ഡ്രാഗൺ ചിക്കൻ എടുത്ത് ചെയ്തു വരുമ്പോൾ തന്നെ നമ്മൾ ഡ്രാഗൺ ആവും തോന്നുന്നു. ഉപ്പ്. ഓക്കെ. ആവശ്യത്തിന് ഉപ്പ് തട്ടി കൊടുക്കുക. പിന്നെ വൈറ്റ് പെപ്പർ. ഓക്കെ. പഞ്ചസാര. അപ്പോൾ വൈറ്റ് പെപ്പർ, പഞ്ചസാര, ഉപ്പ് ഇത്രയും കൂടെ ഇട്ട് കൊടുക്കുക അതിനകത്ത്. അപ്പോൾ ഇങ്ങനെ ഓരോരോ ഐറ്റംസ് അതിൻ്റെ സമയത്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇതാണ് അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു പരിപാടി. ഒട്ടും ഗ്രേവി ടൈപ്പല്ല, ഡ്രൈ ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ ഡ്രാഗൺ ചിക്കൻ. ഇതുണ്ടാക്കുന്ന രീതി കൊണ്ടാണോ ഇതിന് ഡ്രാഗൺ ചിക്കൻ്റെ പേര് ഒന്നും അറിയില്ല. നല്ല തീ പുകയോ
ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഈ ക്യാ സോസും सोया सॉस, സോയാ സോസ്. ഓക്കെ. പിന്നെ ചില്ലി സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ടൊമാറ്റോ സോസ്. അപ്പോൾ ഈ 3 തരത്തിലുള്ള സോസുകളാണ് എപ്പോഴും ചൈനീസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സോസുകളാണ്. ഇപ്പം സോയാ സോസ്, ചില്ലി സോസ്, പിന്നെ ടൊമാറ്റോ സോസ്, ഇത്രയും സോസും കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഗ്രേവി ഏകദേശം ഒന്ന് ചെറുതായിട്ട് ഒരു वेजिटेबल, वेजिटेबल कैप्सिकम, हाँ कैरेट, ओनियन. ओके. ये क्या क्या किया था इसमें ये ഫ്ലോർ में ഡിപ്പ് करके ഫ്രൈ किया था. ഓയിൽ പാം ഓയിൽ ഫ്രൈ. ഓക്കെ. അപ്പോൾ ഇത് നേരത്തെ ചെയ്ത് വെച്ച ഫ്രൈഡ് കാര്യങ്ങളാണ് നമ്മൾ ക്യാപ്സിക്കം, ക്യാരറ്റ് ഇതെല്ലാം കൂടെ മാവിൽ പൊരിച്ചെടുത്തത് അല്ലേ? മൈദ മാവ്, മൈദ മാവ്, മുട്ട, കോൺഫ്ലവർ, പിന്നെ വൈറ്റ് പെപ്പർ, സാൾട്ട്. ഇപ്പം മൈദമാവ്, കോൺഫ്ലവർ, നമ്മുടെ ചോളത്തിൻ്റെ മാവ്, മുട്ട, പിന്നെ വൈറ്റ് പെപ്പറും സോൾട്ടും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് പൊരിച്ചെടുത്തതാണ് ഈ നേരത്തെ ഉള്ള ഇപ്പം നമ്മളിട്ട വെജിറ്റബിൾസ്. ക്യാപ്സിക്കം, ക്യാരറ്റ് എല്ലാം കൂടെ മുക്കി നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ മുക്കി പൊരിച്ച് എടുത്ത ആ ഒരു ചീസ് ഇട്ടു. അപ്പം നമ്മൾ ചിക്കനും അതുപോലെ ആ ഒരു ചിക്കനിലെ സെയിം വെജിറ്റബിൾ മസാല, വൈറ്റ് പെപ്പർ, ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ മുട്ട, കോൺഫ്ലവർ. ഓക്കെ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. മൈദമാവ്, മുട്ട, കോൺഫ്ലവർ, ഉപ്പ്, വൈറ്റ് പെപ്പർ ഇത്രയും കൂടെ മിക്സ് ചെയ്ത് ആ ഒരു മാവിനകത്താണ് ഈ ചിക്കനും നമ്മൾ നേരത്തെ ഇട്ട വെജിറ്റബിൾസും കൂടെ മുക്കി ഡിപ്പ് ചെയ്ത് പൊരിച്ചെടുത്തതാണ് ഇപ്പോൾ രണ്ടാമത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് ആഡ് ചെയ്യേണ്ടത്. ഡ്രാഗൺ ചിക്കനകത്ത് ആഡ് ചെയ്യേണ്ട സബ്സ്റ്റൻസ് മറന്നു പോയത്, ചിക്കൻ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ മുക്കി ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താണ്. പിന്നെ ലാസ്റ്റ് കുറച്ച് ലെമൺ. ലെമൺ. ഓക്കെ. അയ്യോ, ഇതിൻ്റെ കൂടെ ഓടി വന്നപ്പോഴത്തേക്ക് ഞാനാണ് ക്ഷീണിച്ചത്, ഉണ്ടാക്കി പുള്ളി ക്ഷീണിക്കുന്നില്ല. ഏകദേശം ബ്ലാക്ക് പെപ്പർ പൗഡർ. ഓക്കെ. കുരുമുളക് പൊടി, ബ്ലാക്ക് പെപ്പർ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇട്ട വെജിറ്റബിൾസും ചിക്കനും ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ കോൺഫ്ലവർ, മുട്ട, പിന്നെന്താണ് കോൺഫ്ലവർ, മുട്ട, മൈദ, പിന്നെ പെപ്പർ, ഉപ്പ് ഇതും കൂടി ഇട്ട ഒരു മാവിനകത്ത് കുഴച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഇതും ചിക്കനും ഇത് രണ്ടും ഫ്രൈ ചെയ്തെടുത്തതാണ് നമ്മൾ അവസാനം ആഡ് ചെയ്തത്. ഈ ഒരു ഗ്രേവിയിലേക്ക് ആഡ് ചെയ്തു. ഈ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുരുമുളക് ഇട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക ഗ്രേവി ഇതെടുത്ത് കഴിഞ്ഞാൽ ഡ്രാഗൺ ചിക്കനായി. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറി ആദ്യമായിട്ടാണ് ഞാൻ വയ്ക്കുന്നത്. വിത്തിൻ 5 മിനിറ്റ്സ് നമുക്കൊരു ചൈനീസ് ഡിഷ് റെഡിയായി കഴിഞ്ഞു. ഈ എപ്പിസോഡ് അനന്തം അജ്ഞാതം പോലെ നീളുകയാണ്. ഇതിവിടെ റെഡിയായി കഴിഞ്ഞു, ഡ്രാഗൺ ചിക്കൻ. അഫ്സൽ ജി, താങ്ക് യു. ഇനി അടുത്ത എന്തോ ജി? അടുത്ത ക്യാ ഹേ? ഫിഷ് ഐറ്റംസ്. ഓക്കെ, പോരട്ടെ ഓരോന്നായിട്ട്. അപ്പോൾ ഞാനൊന്ന് വിശ്രമിക്കട്ടെ, അടുത്ത് നമുക്ക് തപ്പിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ കണ്ടല്ലോ, ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നേരത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചെന്നാൽ മതി, അത് നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഡ്രാഗൺ ചിക്കൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അഫ്സൽ ഇനിയും ചിക്കൻ കൊണ്ടൊരു ഐറ്റം കൂടെ ചെയ്തുതരാമെന്ന് പറഞ്ഞു, ചിക്കൻ റോസ്റ്റ്. ചുരുക്കറിയാവും, ചിക്കൻ റോസ്റ്റ്. അപ്പോൾ അതിന് നേരത്തെ നമ്മൾ ചിക്കൻ ഏകദേശം പൊരിച്ച് വെച്ച ചിക്കൻ, ഏകദേശം ഫ്രൈ ചെയ്ത ചിക്കൻ റെഡിയാക്കി വെച്ചിരിക്കണം ചിക്കൻ റോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു, ഓയിൽ ആദ്യമായിട്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി. നമ്മൾ ഏകദേശം ഡ്രാഗൺ ചിക്കൻ്റെ അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിന് ഫോളോ ചെയ്യുന്നത്. ഇത് ചൈനീസ് ഡിഷ്, ഇന്ത്യൻ ഡിഷ്. ഓക്കെ, ഇത് നമ്മുടെ നാടൻ ഇന്ത്യൻ ഡിഷ് തന്നെയാണ്, ചൈനക്കാരനല്ല. ഗ്രീൻ ചില്ലി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സവാള അരിഞ്ഞ നല്ല കൊത്തി അരിഞ്ഞ സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഫ്രൈ ചെയ്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇവിടെ നല്ല തീയും നല്ല അടുപ്പമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര സിമ്പിളും ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. തീ കുറവാകുമ്പോഴത്തേക്കും അത്രയും പാടായിരിക്കണം. നല്ല അവരൊരു നിത്യതൊഴിൽ അഭ്യാസം ആയതുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിത് വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വരട്ടിയെടുക്കുക. ഏകദേശം അതിൻ്റെ ഒരു കളർ മാറുന്നവർ, ഒരു ഗോൾഡൻ കളറിലേക്ക് ആവുന്നവരെ ഉള്ളി നന്നായിട്ടൊന്ന് വരട്ടി നല്ല വരട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ചിക്കൻ റോസ്റ്റാണ്. അപ്പം അതിനാദ്യം നമ്മൾ ചിക്കൻ പൊരിച്ച് വെച്ചേക്കുക, റെഡിയാക്കി. നല്ല നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ റോസ്റ്റ് ഇതുപോലെ തയ്യാറാക്കാൻ പറ്റും. ഗ്രേവി ഡിഷ് മീഡിയം സെമി ഗ്രേവി.
നമ്മൾ സവാള ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് ഗോൾഡൻ കളർ ആവണം. ഗോൾഡൻ കളർ ആയതിനു ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ടു. ഉപ്പ് ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ആദ്യമായിട്ട് കുറച്ച് വൈറ്റ് പെപ്പർ, മഞ്ഞപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, ഇനി നമ്മൾ ചിക്കൻ മസാല ചേർക്കുന്നത്. വീണ്ടും കുറച്ച് ചില്ലി പൗഡർ കുറച്ച്. ഓക്കെ. ഉപ്പ്, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി ഇത്രയും കൂടി ഇട്ട് കുറച്ച് വൈറ്റ് പെപ്പറും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് വെള്ളം. ഗ്രേവി ആണ്, നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. സോസ്, ടൊമാറ്റോ സോസ്, ഇതിലും സോസ് നമ്മൾ ചേർക്കുന്നുണ്ടല്ലേ? ഇതിൽ സോസ് ആക്കട്ടെ. കുറച്ച് ടൊമാറ്റോ സോസ്. കുറച്ച്. അപ്പോൾ നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്ത് ടൊമാറ്റോ സോസും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കുറച്ച് സ്പൈസി ഉണ്ട്. സ്പൈസി. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനാണ് ഈ ഒരു ഗ്രേവിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കുന്നവരെ ഒന്ന് വേവിക്കാം. അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ആ ഗ്രേവി ഏകദേശം ഒന്ന് ഫുള്ളാവുന്ന ഒരു സെമി ഗ്രേവി ടൈപ്പാണ്. നമ്മളിത് ചിക്കൻ റോസ്റ്റ് ലാസ്റ്റ് കുറച്ച് പെപ്പർ പൗഡർ ഇനി ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല എരിവാണ് ഈ ഒരു സാധനത്തിന് ഏകദേശം. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്താൽ മതി. ഈ ഒരു പെപ്പർ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ല എരിവായിരിക്കും ഏകദേശം. അപ്പോൾ ഓൾറെഡി തക്കാളിയും ടൊമാറ്റോ സോസും ഇട്ടുകൊണ്ട് ഒന്ന് ബാലൻസ് ആവും അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഏകദേശം റെഡിയായി നമ്മുടെ പ്ലേറ്റിലേക്ക് മാറിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സംഭവം വളരെ സിമ്പിളാണ്. ചിക്കൻ റോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ചിക്കൻ റോസ്റ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഡ്രാഗൺ ചിക്കൻ റെഡിയായി കഴിഞ്ഞു, ചിക്കൻ റോസ്റ്റും റെഡിയായി കഴിഞ്ഞു. അഫ്സൽജി താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് അഫ്സൽജിക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡിയായി കഴിഞ്ഞു, ചിക്കൻ റോസ്റ്റും റെഡിയായി കഴിഞ്ഞു. ഇനി ചിക്കന് വിടാം. ഇനി ഒരു സ്പെഷ്യൽ ഡിഷാണ് ഇപ്പോൾ എത്തും. അപ്പോൾ ഡ്രാഗൺ ചിക്കനും ചിക്കൻ റോസ്റ്റും വെച്ച് തന്നിട്ട് അഫ്സലിക്ക റെസ്റ്റ് എടുക്കാൻ പോയി. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ബിലാലാണ്. ബിലാൽ എന്തോ സ്പെഷ്യൽ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബിലാൽ, ഈ ബിലാൽ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന മമ്മൂക്കയും ബിഗ് ബി ഒക്കെയാണ്. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയുമ്പോൾ ബിലാൽ പഴയ ബിലാൽ തന്നെയല്ലേ? എന്തായാലും നേരത്തെ കുറച്ച് നേരമായിട്ട് ഞാൻ ഈ ഹിന്ദി പറഞ്ഞ് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമില്ലേ? കുഴപ്പമില്ല. സൗണ്ടില്ല, സൗണ്ട് പറഞ്ഞല്ലേ? ഒന്ന് പറ്റാ അല്ലേ? ബിഗ് ബി എന്നൊക്കെ പേരിട്ടിട്ട് അല്ലെ, ബിലാലിനൊക്കെ പേരിട്ടിട്ട് സൗണ്ട് വരുന്നില്ല. എന്താണ് ബിലാൽ നമുക്ക് ചെയ്യാൻ പോകുന്നത്? നമുക്ക് കപ്പയും ഓൾറെഡി കപ്പയുണ്ട്, ഞണ്ട് റോസ്റ്റും. ഞണ്ട് ദൈവമേ, അപ്പോൾ സൂപ്പർ. അപ്പോൾ ഇത്ര ഞാൻ ചിക്കൻ വെച്ച് നമ്മൾ ടയർഡായി. സൈഡ് ഡിഷും ഉണ്ട് നമുക്ക്, കള്ള് സോഡ. കള്ള് സോഡ. സൂപ്പർ. അപ്പം 3 ഐറ്റംസ് ആണ്. നമ്മുടെ കപ്പ, അതിൻ്റെ കൂടെ നല്ല സൂപ്പർ ഞണ്ട്. ഞണ്ട് നമുക്ക് നോക്കി ആ പ്ലേറ്റിൽ നോക്കിയിരുന്ന് ചിരിക്കുന്നുണ്ട്. ഞണ്ട് നോക്കിയിരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ഞണ്ട് പിന്നെ കള്ള് സോഡ, അതും കൊള്ളാം. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? സമയം കളയണ്ട. അപ്പം പാചകം നടക്കട്ടെ. നമുക്ക് ആദ്യം നമുക്ക് എല്ലാം റോസ്റ്റ് ഗ്രേവി അടിക്കാനാണ്. ഞണ്ട് നമ്മൾ അങ്ങനെ കൊണ്ടുവരികയാണോ അതോ? അതെ. ഒന്നും ചെയ്തിട്ടില്ല, കുക്ക് ചെയ്യണം. ബോയിൽ ചെയ്തിട്ടിരിക്കണം നമ്മൾ. എങ്ങനെ? കുക്കറിലിട്ട് അല്ല, ലാസ്റ്റ് ഇതാക്കി പുഴുങ്ങിയെടുത്തത് ഞണ്ട്. ഓക്കെ. അതെ. ഓക്കെ. ജസ്റ്റ് ഒന്ന് എണ്ണ ചൂടായതിനു ശേഷം ജിഞ്ചർ ഗാർലിക് ആദ്യം, കൂടെ കുറച്ച് റെഡ് ചില്ലി, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി, അത് കഴിഞ്ഞ് കുറച്ച് ചില്ലിയും കൂടി ഇട്ട് ലാസ്റ്റ് നമ്മൾ സവാളയും ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ഇതാണ് ആദ്യത്തെ ഒരു പരിപാടി. നമ്മൾ ഞണ്ട് റോസ്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഇട്ടു. ഇതുപോലെ പക്ഷേ വീട്ടിൽ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യരുത്. ഇത് എക്സ്പോർട്ടുകൾക്ക് മാത്രം കിട്ടുന്ന പണിയാണ്. നമ്മൾ വീട്ടിൽ വളരെ ചെറിയ തീയിൽ മാത്രം ചെയ്ത് നോക്കുക. സവാളയായിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. വരട്ടി അതിൻ്റെ ഒരു കളർ മാറുന്നവരെ. ഇതിലൊക്കെ എവിടെ നിന്ന് പിടിച്ചത്? ഞാൻ ഹോട്ടൽ മാനേജർ പഠിച്ചിട്ടുണ്ട്. കൊല്ലത്താണ് പഠിച്ചത്. അത് ശരി. ഇവിടെ വന്നിട്ട് എത്ര ആളെ? ഇപ്പോൾ ഒരാഴ്ച ആയില്ല. അത്ര ആയില്ല? പ്രഷറാണ് ഇപ്പോൾ. അടിപൊളി. നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം, ചില്ലി. ടൊമാറ്റോയും നമ്മൾ ചില്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി ഉണ്ട്. ഗ്രേവി ടൈപ്പ്. ഞണ്ട് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ തന്നെ വയ്ക്കും. അതെ. അത് കാണാൻ രസം.
ഒരു ഫുൾ വലിയ ഞണ്ടിനെ അങ്ങനെ തന്നെ നമ്മളതിനകത്ത് വെച്ച് ഒരു കറി ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ. ഞണ്ട് കറി നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ടൈപ്പ് ആദ്യമായിട്ടായിരിക്കും. എരിവുള്ളതാണോ? സോഡ സൈഡ് ഡിഷ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു എരി കയറ്റി കൊടുക്കാം. ഇത് പഞ്ചസാര, സോൾട്ടാണ് ഉപ്പ് ആവശ്യത്തിന്. വൈറ്റ് പെപ്പർ, ബ്ലാക്ക് പെപ്പർ പൗഡർ, വൈറ്റ് പെപ്പറും ബ്ലാക്ക് പെപ്പറും ആഡ് ചെയ്യുന്നുണ്ട്. പേസ്റ്റിന് വേണ്ടി ചില്ലി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാലയാണോ? ചിക്കൻ മസാല, ചിക്കൻ മസാല, കളർ വേണ്ടി നമ്മൾ റെഡ് ചില്ലി പൗഡർ, കുറച്ച് ടൊമാറ്റോ സോസ് ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ സാധാരണ എത്തിക്കൊണ്ട് ഇപ്പം വലിയ 3 ഡിഷുകൾ നമ്മൾ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോസ് കൂടുതൽ യൂസ് ചെയ്യുന്നില്ല. സോസ് യൂസ് ചെയ്തതിന് നമ്മൾ അതിനുള്ള ടേസ്റ്റ് ശരിക്കും ചൈനീസ് ഡിഷുകൾ സോസ് എല്ലാം നമ്മളിപ്പോൾ നാട്ടിലും ഫ്യൂഷൻ ആക്കി തുടങ്ങി. ഓരോരുത്തരുടെ ടേസ്റ്റാണ്. ടേസ്റ്റിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. തീർച്ചയായും വേറെ കെമിക്കലൊന്നും ഇല്ല. ഒന്നും ആഡ് ചെയ്യില്ല. അല്ല അത് നല്ലതാണ്. കാരണം നമ്മൾ ഓരോരോ നാട്ടിലായാലും ചൈനീസിൻ്റെ മിക്സ് ചെയ്താലും നമുക്ക് ടേസ്റ്റ് ആണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മൾ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. സ്റ്റോക്കാണ്. പിന്നെ സ്റ്റോക്ക് വാട്ടർ, നമ്മുടെ ഞണ്ട് ബോയിൽ ചെയ്ത് ആ വെള്ളം, സ്റ്റോക്ക് വാട്ടർ. അപ്പോൾ അതാണ് ഗ്രേവി ആയിട്ട് നമ്മൾ ഗ്രേവിയുടെ. അപ്പോൾ അതിൻ്റെ എല്ലാം വെള്ളത്തിലങ്ങ് അതെ അതെ അതെ. ആ ഞണ്ട് നമ്മൾ ബോയിൽ ചെയ്ത് അത് എത്ര നേരം ബോയിൽ ചെയ്തെടുത്തത്? അതിൻ്റെ ഒരു 5 മിനിറ്റ്. കളർ കുറേണ്ട ജസ്റ്റ് കൂടെ നമ്മൾ വീണ്ടും മുളകാരി നല്ല ചുവന്ന കളറായിരിക്കണം. റെഡ് കളറായിരുന്നു. ഈശ്വര, ഞണ്ട് ഏകദേശം ചുവന്ന കളറായതുകൊണ്ട് നമ്മുടെ കറിയും ഏകദേശം നല്ല ചുവന്ന കളർ വേണമെന്നാണ് ബിലാൻ്റെ അഭിപ്രായം. ചൂട് നല്ല എരിവായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഓക്കെ. എന്തായാലും എരിവ് കൂടിയാലും ടേസ്റ്റിന് ഒരു കുറവുണ്ടാവാൻ പാടില്ല. നമുക്ക് ഞണ്ട് ആഡ് ചെയ്യും. ഇനിയാണ് നമ്മുടെ ഞണ്ട് തിരിച്ചുകൊണ്ടിരുന്ന ഞണ്ടിനെ കണ്ട് അങ്ങനെ എടുത്ത് ആ കറിക്കകത്തോട്ട് ഇട്ട്. ഈ കൊല്ലം ജില്ലയിൽ ഞണ്ട് കൂടുതൽ കിട്ടുമല്ലോ അല്ലേ? ഞണ്ടിപ്പോൾ സീസണാണെന്ന് പറയുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് നാളായത്. എവിടെയാണ് നാട്? എവിടെയാണ്? എൻ്റെ ഇവിടെ അടുത്ത് തന്നെ. കൊല്ലം ജില്ലക്കാരൻ തന്നെ. അല്ല, ട്രിവാൻഡ്രം ജില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊല്ലത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും അതിർത്തി മേഖല ആയതുകൊണ്ട് ഒന്ന് കാലെടുത്ത് വെച്ചാൽ തിരുവനന്തപുരം, ഒന്ന് കാലെടുത്ത് വെച്ചാൽ കൊല്ലമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയി. അപ്പോൾ തിരുവനന്തപുരം ജില്ലക്കാരൻ തന്നെയാണ്. ഓക്കെ, ഞണ്ട് റോസ്റ്റ് റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഞണ്ട് റോസ്റ്റ് റെഡിയായി. ഓക്കെ, സംഭവം കൂടി. അപ്പോൾ ആ ഗ്രേവി ഉണ്ടാക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. ഞണ്ട് നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞു. അതിന് ഞണ്ടും കൂടി ഇട്ട്. അപ്പോൾ ഇത് ഓൾറെഡി വെന്തിരിക്കുന്നത് വലിയ കുഴപ്പമില്ല. ഇതിനി പൊട്ടിച്ച് കഴിച്ചാൽ മതി. ഇതിൻ്റെ ഗ്രേവി എങ്ങനെ ഉണ്ടാവും? നല്ല ഗ്രേവിയുടെ ഒരു ടേസ്റ്റ് ഒന്ന് കിട്ടിയാൽ മതി. നല്ല എരിവ്. കൊള്ളാം. ആ ഒരു എന്താ പറയുക, സോസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇതിനകത്തുണ്ട്. നല്ല എരിവായിരുന്നു. കൊള്ളാം, സൂപ്പർ. കള്ളു സോഡയും ഈ എന്താ പറയുക ഞണ്ടും കപ്പയും കൂടെയാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ നമുക്ക് എടുത്ത് വയ്ക്കാം അല്ലേ? സൂപ്പർ, അടിപൊളി. ഇന്നത്തെ ദിവസം എന്തായാലും കുശാലായി. ചിക്കൻ 2 പ്ലേറ്റ് ചിക്കൻ കിട്ടി, നല്ലൊരു ഞണ്ട് കിട്ടി. ഇനി ഒരു കള്ളു സോഡയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അങ്ങനത്തെ ആഘോഷിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഈ ഒരു ഞണ്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് അല്ലേ? പിന്നെ കള്ളു സോഡ എവിടെ ജസ്റ്റ് ഓക്കെ, കൈ ഒന്ന് വാഷ് ചെയ്ത് വെക്കട്ടെ. ഞാനിത് നോക്കിയിരിക്കാം. ഒന്ന് കൈ വാഷ് ചെയ്തോട്ടെ. കൊല്ലത്ത് പോയിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും പരിചയമുള്ള ഒരു പാനീയം മണി കള്ളു സോഡ എന്ന് പറയും. എന്തായാലും ഞണ്ടും കപ്പയുടെയും കൂടെ ഇന്ന് ബിലാൽ നമുക്ക് കോമ്പിനേഷനായിട്ട് കള്ളു സോഡയാണ് കഴിക്കുന്നത്. എന്താണ് തുടങ്ങാം അല്ലേ? കള്ളു സോഡ കാരണം കൊല്ലത്ത് പോയിട്ടുള്ളവർക്ക് അറിയാം കള്ളു സോഡ എന്താണെന്നുള്ളത്. അത് കുടിച്ചിട്ടുള്ള ആൾക്കാർക്കും അറിയാം. എന്നാലും കൊല്ലത്തിൻ്റെ ഈ ഒരു കവാടത്ത് വാരിപ്പള്ളിയിൽ തന്നെ ഈ കള്ളു സോഡ കിട്ടുന്നുണ്ടെങ്കിൽ സൂപ്പറല്ലേ? സദേണി വന്നാൽ കള്ളു സോഡ കിട്ടും. അപ്പം നമുക്ക് തുടങ്ങാല്ലേ? അവിടെ നമ്മൾ ഗോലി സോഡയാണ്. നമ്മൾ സാധാരണ ലെയർ സോഡ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ശരി. 2 ലെമൺ അല്ലെങ്കിൽ 3 ലെമൺ. ഓക്കെ, ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഓക്കെ, ഒരു പീസ് നമ്മൾ ഇടാം. ചെറിയ കട്ട് ചെയ്ത പീസ് അതിനകത്തിട്ടേക്കാം. ഒരു രസത്തിന്. ശരി, അപ്പം നമ്മൾ നാരങ്ങ നന്നായിട്ട് ഒന്ന് അരിഞ്ഞ് പിഴിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? നാരങ്ങ, സർബത്ത്, സോഡ. നമുക്ക് നാരങ്ങ, സാൾട്ട്, പേസ്റ്റ്, ഉപ്പ്. ഓക്കെ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഷുഗറിൻ്റെ സിറപ്പ്. ഷുഗർ സിറപ്പാണ്. പിന്നെ ഐസാണ് നമുക്ക് മെയിനായിട്ട്. അതെ, ഐസാണ് അത് ഏറ്റവും കൂടുതൽ ഇടുന്നത്. കുറച്ച് നാരങ്ങ നീര്, ഉപ്പ്, കുറച്ച് നല്ലപോലെ ഷുഗർ ഇട്ട് ഇനി സോഡ പൊക്കി ഒഴിച്ചാൽ
എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പേരെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അറിവിൽ ഈ കളർ സോഡ ഒഴിക്കാൻ വെള്ള കളറിൽ. അതെ സോഡ ഒഴിക്കുമ്പോഴത്തേക്കും ഈ ഒരു എന്താ പറയുക നാരങ്ങ നീന്നൊരു വെള്ള കളറാവും. അതായത് ശരിക്കും കള്ളിൻ്റെ ഒരു കളറിലേക്ക് ഈ ഒരു പാനീയം മാറും. അതുകൊണ്ടാണ് ഇതിനെ കള്ള് സോഡ എന്ന് വിളിക്കുന്നത്. എന്തായാലും ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വന്ന് കുടിക്കുന്ന ഒരു പാനീയമാണിത് കള്ള് സോഡ. ഓക്കെ, കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് റെഡിയാക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസം നല്ല ആഘോഷമാക്കി. ഇത് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. എന്തായാലും എനിക്കിത് കണ്ടിട്ട് കുടിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും സൂപ്പറായി അല്ലേ. താങ്ക് യു. ഓക്കെ. അപ്പം ഞണ്ടുണ്ട്, ഡക്കുണ്ട്, ഡക്കില്ല ഞണ്ടുണ്ട്, കോഴിയുടെ 2 വിഭവങ്ങളുണ്ട്, കള്ള് സോഡയുണ്ട്, കപ്പയും ഉണ്ട്. ഞാൻ ഇതെല്ലാം കഴിച്ചിട്ടേ വരുള്ളൂ. എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. ഞാൻ ഈ ഉച്ച നേരത്ത് ഇതെല്ലാം എടുത്ത് വെച്ച് കഴിച്ചിട്ട് നല്ല സ്വാദാണ് ഒരുപാട് പേരെടുത്ത് പറഞ്ഞു എന്തിനിങ്ങനെ കൊതിപ്പിക്കുന്നതെന്ന്. എന്തായാലും ആൾക്കാരെ ഇത് കാണിക്കണം. ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിച്ചോളാം. കൊതിവിട്ട് എന്നെ നശിപ്പിക്കും അല്ലേ, അത് മോശമല്ലേ? അപ്പോൾ ഇതെന്തായാലും ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ അകത്ത് പോയിരുന്നു നല്ല ദിവസമായിട്ട് കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. നമുക്കെന്തായാലും അടുത്ത ആഴ്ച കാണാം. ഇല്ലല്ലേ? താങ്ക് യു. ഞാൻ അകത്തോട്ട് വരാം. അപ്പോൾ നമുക്കെന്തായാലും അടുത്ത ആഴ്ച കാണാം. Until then, it's Praveen Prem signing off from Eastern Salt and Pepper, powered by Pavidam.